കോഴിക്കോട് താമരശ്ശേരിയിലെ 4ാം ക്ലാസ്സുകാരി അനയയുടെ മരണത്തിൽ പരാതി നൽകി കുടുംബം. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമെതിരെയാണ് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത്. കുട്ടിയുടെ മരണം ചികിത്സാ പിഴവ് മൂലമെന്നാണ് കുടുംബം ആവർത്തിക്കുന്നത്. എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. മകളെ ആശുപത്രി അധികൃതർ കൊന്നു എന്നാരോപിച്ച അനയയുടെ അച്ഛൻ സനൂപ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിവായിട്ടും വന്നിട്ടുണ്ട്. ഫോറൻസിക് ഡോക്ടറും പറഞ്ഞിട്ടുള്ള ഡെത്തിനുള്ള റീസൺ ഒന്നും ഇതിനില്ല എന്നാണ്. താലൂക്ക് താമരശ്ശേരി ആശുപത്രിയുടെ ചികിത്സക്കുറവും അവർ കുട്ടിയെ ശ്രദ്ധിക്കാത്തതും കൊണ്ടാണ് കുട്ടിക്ക് ഡെത്ത് സംഭവിച്ചതെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം. നിയമപരമായിട്ട് സാറിനും ഡിവൈഎസ്പി സാറിനും കൊടുത്തിട്ടുണ്ട്. ഇനി മെഡിക്കൽ മേഖലയിൽ തന്നെ അതിൻ്റെ ഹെഡിലുള്ള എല്ലാ ആൾക്കാർക്കും പരാതി കൊടുക്കാനാണ് എൻ്റെ തീരുമാനം. പറയാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരാണ് ഫൈനൽ പറയേണ്ടത്. 2 തരത്തിലാണ് റിപ്പോർട്ടുള്ളത്. അതിൻ്റെ ഫൈനൽ ഒരു ബോർഡ് കൂടിയിട്ട് ഞാൻ പറയട്ടെ. എനിക്കതിലൊന്നും പറയാനില്ല കൂടുതലായിട്ട്. പിഴവൊന്നുമില്ല. 10:30 വന്നിട്ട് 2 മണിയാകുമ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് പിഴവ് പറ്റാനില്ല. കാഷ്വാലിറ്റിയിലുണ്ടായിരുന്നു. OP യിൽ വന്ന കുട്ടിയാണ്. പിന്നെ ഇപ്പോൾ 2 ഡയഗ്നോസ് ഫോറൻസിക് എന്നുള്ളതും മറ്റതും മെഡിക്കൽ കോളേജിൽ തന്നെ റിപ്പോർട്ടിലിട്ടാണ്. അത് അവരാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത്. മെഡിക്കൽ ബോർഡ് കൂട്ടിയിട്ട് അവർ ക്ലാരിഫൈ ചെയ്തേ. എനിക്കതിലൊന്നും പറയാനില്ല. സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ. സാനിയോ, ഈ വിഷയം ഇത്ര ചർച്ചയാകുന്നത് ആ കുട്ടിയുടെ അച്ഛൻ ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന സമയത്താണ്. അതിനു മുൻപ് തന്നെ ആ കുടുംബം പരാതി നൽകിയിട്ടുണ്ടെന്നാണ്, ഇതിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയിരുന്നത്. ഇതിപ്പോൾ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊരു മകളുടെ മരണത്തിൽ കൃത്യമായിട്ട് ചികിത്സാ പിഴവ് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ആശുപത്രി അധികൃതർ ആവർത്തിച്ച് പറയുന്നു അങ്ങനെയൊരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇന്നിപ്പോൾ ഈ കുഞ്ഞിൻ്റെ, അതായത് അനയയുടെ അമ്മ രംബീസ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ചികിത്സാ പിഴവ് ഉണ്ടായി എന്നുള്ളതിന് തെളിവ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരമല്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് ചികിത്സാ പിഴവുണ്ടായി എന്ന തങ്ങളുടെ ആദ്യം മുതലുള്ള വാദം തന്നെയാണ് ശരി എന്നാണ് അമ്മ പറയുന്നത്. മാത്രവുമല്ല, ഇത് കാണിച്ചുകൊണ്ട് ഇവർ ഡിവൈഎസ്പിക്ക് അടക്കം പരാതി നൽകിയിട്ടുമുണ്ട്. ഉടൻ തന്നെ ആരോഗ്യ വകുപ്പിന് നേരിട്ട് പരാതി നൽകും. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർക്കെതിരെയും തങ്ങളോട് മോശമായി പെരുമാറിയ നഴ്സിനെതിരെയും ഒക്കെയാണ് പരാതിയെന്നും റംബീസ പറയുന്നുണ്ട്. അതേസമയത്ത് ആശുപത്രി സൂപ്രണ്ട് കെ ഗോപാലകൃഷ്ണൻ ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് യാതൊരു തരത്തിലുള്ള ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല, കുട്ടിക്ക് ന്യൂമോണിയയുടെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് മൈക്രോബയോളജി റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിൽ തന്നെ 2 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 2 റിപ്പോർട്ട് വരികയാണ്. അങ്ങനെയെങ്കിൽ ഈ റിപ്പോർട്ടിലെ അവ്യക്തത പരിഹരിക്കേണ്ടത് ആശുപത്രിയും മെഡിക്കൽ ബോർഡുമാണ്. ഒരു മെഡിക്കൽ ബോർഡ് ചേർന്നാണ് റിപ്പോർട്ടിലെ ആശങ്കകൾ പരിഹരിക്കേണ്ടത്, അവ്യക്തതകൾ പരിഹരിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. ഏതായാലും അല്പസമയം മുൻപ് കുഞ്ഞിൻ്റെ അച്ഛൻ സനൂപ്, ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സനൂപിനെ തെളിവെടുപ്പിനായി കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വരെയാണ് കസ്റ്റഡി കാലാവധിയിൽ കിട്ടിയിട്ടുള്ളത്. ഇന്നിപ്പോൾ തിരിച്ചു കോടതിയിൽ ഏൽപ്പിക്കുകയും ചെയ്യും. ശരി, വ്യക്തമാണ്. സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത്.